ഇന്ന് WWE റോ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഫസ്റ്റ് കോഡി റോഡ്സ് വേഴ്സസ് ഡ്രൂ മെക്കൻടയർ ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ചാണ് നടന്നത്. അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുകയാണെങ്കിൽ വളരെയധികം പ്രതീക്ഷയുള്ള മാച്ചായിരുന്നു ഇത്. അതുപോലെ ഈ മാച്ച് വന്നോ എന്ന് ചോദിച്ചാൽ 100% നമ്മളെ ഈ മാച്ചിൽ തൃപ്തിപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെയുള്ള പെർഫോമൻസ് ആയിരുന്നു ഡ്രൂ മെക്കൻടയറും കോഡി റോഡ്സും ഈ മാച്ചിൽ ചെയ്തത്. ഇതൊരു സ്പെഷ്യൽസിൽ നടക്കേണ്ട മാച്ച് പോലെയാണ് തോന്നിയത്. മാച്ചിന്റെ പകുതിക്ക് വെച്ച് കോഡി റോഡ്സ് ഡ്രൂ മെക്കൻടയറെ കോഡി കട്ടറും അതുപോലെ തന്നെ പിടിഗിരി ഫിനിഷറെല്ലാം ചെയ്ത് വിൻ ചെയ്യാൻ നോക്കിയിരുന്നു. അതെല്ലാം മെക്കൻടയർ കിക്ക് ഔട്ട് ചെയ്തു. മാച്ചിന്റെ അവസാനത്തോട് കൂടിയിട്ട് കോഡി റോഡ്സ് റോഡ്സ് ചെയ്ത് വിൻ ചെയ്യാം എന്ന പ്ലാൻ ചെയ്ത് നിൽക്കുന്ന സമയത്ത് ജിമ്മി ഉസോയും അതുപോലെ തന്നെ സോളോ സിക്കാവയും വരുന്നതായിട്ടും വന്നതിന് ശേഷം സോളോ സിക്കാവ കഴിഞ്ഞ വർഷം റോമിന്റെ മാച്ചിൽ എന്താണോ ചെയ്തത് അത് തന്നെയാണ് ഇപ്രാവശ്യവും ചെയ്തത്. അതായത് കോഡി റോഡ്സിനെ പിടിച്ച് സമോൺ സ്പൈക്ക് കൊടുത്തു. അതിനുശേഷം ആ ഒരു അവസരം ഉപയോഗിച്ച് മെക്കൻടയർ കോഡി റോഡ്സിനെ ക്ലൈമോർ ചെയ്ത് ഈ മാച്ചിൽ ഡ്രൂ മെക്കൻടയർ ആണ് വിൻ ചെയ്തത്. കോഡി റോഡ്സ് ഈ മാച്ചിൽ തോറ്റുപോയി. അപ്പോൾ മാച്ചിന്റെ അവസാനം ഇങ്ങനെയായി എങ്കിലും മാച്ച് വേറെ ലെവൽ മാച്ച് ആയിരുന്നു. പിന്നീട് ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെന്റിൽ കോഡി റോഡ്സിനെ സെത്ത് റോളൻസ് വന്ന് ആശ്വസിപ്പിച്ച് പോകുന്നത് പോലെ ഒരു ചെറിയ സെഗ്മെന്റ് കാണിച്ചിരുന്നു. പിന്നീട് വുമൺസിന്റെ എലിമിനേഷൻ ചേംബറിന് വേണ്ടിയിട്ടുള്ള ലാസ്റ്റ് ചാൻസ് ബാറ്റൽ റോയൽ മാച്ച് നടത്തിയിരുന്നു. അപ്പോൾ ഈ മാച്ചിൽ സർപ്രൈസ് ആയിട്ട് റെക്കൽ റോഡ്രിഗസ് റിട്ടേൺ ചെയ്യുന്നതായിട്ട് കാണിച്ചിരുന്നു. മാച്ചിന്റെ അവസാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഷെയ്ന ബേസ്ലറും സോയി സ്റ്റാർക്കും ടീമായി വർക്ക് ചെയ്തത് വളരെയധികം ഇഷ്ടപ്പെട്ടു. അതായത് മാച്ചിന്റെ ക്ലൈമാക്സിൽ പോലും അവർ ഒന്നിച്ചാണ് നിന്നിട്ടുള്ളത്. പിന്നെ അവസാനം ഷെയ്ന ബേസ്ലറെ എലിമിനേറ്റ് ചെയ്തു. അതേപോലെ സോയി സ്റ്റാർക്കിനെ എലിമിനേറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ ഒരു പ്രാവശ്യം ഷെയ്ന ബേസ്ലർ സേവ് ചെയ്യും. പക്ഷേ അടുത്ത സെക്കൻഡിൽ തന്നെ റെക്യൂല് വീണ്ടും ഒരു കിക്ക് ചെയ്ത് സോയി സ്റ്റാർക്കിനെയും എലിമിനേറ്റ് ചെയ്ത് ഈ മാച്ചിൽ റെക്യൂലാണ് വിൻ ചെയ്ത് എലിമിനേഷൻ ചേംബർ മാച്ചിൽ ആഡ് ആയത്. അപ്പോൾ ഇതും അത്യാവശ്യം നല്ല മാച്ച് തന്നെയായിരുന്നു. പിന്നെ UFC-യും WWE തമ്മിലുള്ള ചില കാര്യങ്ങൾ കാണിച്ചിരുന്നു. UFC-യിലെ മൈക്കൽ ചാൻഡലർ കോണർ മെക്ഗ്രെഗറിനെ വിളിക്കുന്നത് പോലെയല്ല. അതിനുശേഷം 8-man ടാഗ് ടീം മാച്ച് നടന്നു. മിസ് R-Truth ആൻഡ് DIY വേഴ്സസ് ജഡ്ജ്മെന്റ് ഡേ ഇവർക്കാണ് ഈ ഒരു 8-man ടാഗ് ടീം മാച്ച് നടന്നത്. മാച്ചിന്റെ പകുതിക്ക് വെച്ച് R-Truth എപ്പോഴത്തെയും പോലെ ജോൺ സീനയുടെ മൂവെല്ലാം ചെയ്തുകൊണ്ട് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആക്കി ഈ മാച്ച് മുന്നോട്ട് കൊണ്ടുപോയിരുന്നു. അതായത് R-Truth ആണ് ഈ മാച്ച് മുഴുവനായിട്ടും കൊണ്ടുപോകുന്നത് പോലെ WWE കാണിച്ചിട്ടുള്ളത്. പിന്നീട് DIY ടീമും മിസ് എല്ലാം റിംഗ് സൈഡിൽ ജഡ്ജ്മെന്റ് ഡേനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് ജമ്പ് ചെയ്യുന്നതായിട്ടും ഈ ഒരു അവസരം ഉപയോഗിച്ചുകൊണ്ട് ഡാമിൻ പ്രീസ്റ്റ് R-Truthനെ ചോക്സ്ലാം ചെയ്തുകൊണ്ട് ഈ മാച്ചിൽ ജഡ്ജ്മെന്റ് ഡേ ആണ് വിൻ ചെയ്തത്. അപ്പോൾ ഇതുകൊണ്ടെല്ലാം ഉദ്ദേശിക്കുന്നത് R-Truthന് റെസൽമേനിയയിൽ ഒരു വലിയ സംഭവം WWE കൊടുക്കാൻ പോകുന്നുണ്ട്. അത് ചിലപ്പോൾ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് ആയിരിക്കാം. കാരണം വേറെ ലെവൽ സപ്പോർട്ട് ഇപ്പോൾ കിട്ടുന്നുണ്ട് R-Truthന്. പിന്നീട് സാമി സൈനെ ബാക്ക് സ്റ്റേജിൽ കാണിച്ചു. അപ്പോൾ സാമി സൈൻ പറയുന്നത് ഡ്രൂ മെക്കൻടയറുമായിട്ടുള്ള പ്രശ്നങ്ങൾ താൻ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുകയാണെന്നും തനിക്ക് റെസൽമേനിയയിലേക്ക് പോകണം, അതുകൊണ്ട് ഇക്കാര്യങ്ങളെല്ലാം ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുന്നു, പിന്നീട് ചാമ്പ്യൻ ആകണം, ഈ ലെവലിലൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നീട് ബെക്കി ലഞ്ചിന്റെ സെഗ്മെന്റ് നടന്നു. സെഗ്മെന്റിന്റെ അവസാനത്തിൽ വുമൺസ് എലിമിനേഷൻ ചേംബറിലുള്ള എല്ലാവരും വരുന്നതായിട്ടും ഇവര് പരസ്പരം സംസാരിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം അറ്റാക്ക് ചെയ്യും. ശേഷം നമ്മളെല്ലാവരും വിചാരിച്ചത് പോലെ തന്നെ നയ ജാക്സ് കയറി വന്ന് ബെക്കി ലഞ്ച് ബിയാങ്ക ബെലർ ഉൾപ്പെടെയുള്ള എല്ലാ റെസ്ലേഴ്സിനെയും അറ്റാക്ക് ചെയ്തുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് അവരുടെ ഫിനിഷർ എല്ലാം ചെയ്തു പോകുന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. അതായത് റിയ റിപ്ലിയുടെ കൂടെയുള്ള മാച്ചിന് ഹൈപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ചെയ്തിട്ടുള്ളത്. റിപ്ലിയുടെ ഒരു ഫിനിഷറെങ്കിലും കിക്ക് ഔട്ട് ചെയ്യുമോ എന്ന് നോക്കാം. പിന്നീട് ഷിൻസ്കെ നാക്കമോറയുടെ ഒരു പ്രോമോ കാണിച്ചു. അപ്പോൾ അതുകൊണ്ട് ഉദ്ദേശിച്ചത് സാമി സൈൻ്റെ കൂടെ വീണ്ടും നാക്കമോറയ്ക്ക് മാച്ച് ചെയ്യാൻ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം കൂടിയും സാമി സൈനെ തോൽപ്പിക്കണം, ഈ ഒരു ലെവലിലൊക്കെയാണ്. പിന്നീട് ചാറ്റ് ഗേബിൾ ഫോഴ്സസ് ഐവാർ ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ച് നടന്നു. അപ്പോൾ ഈ മാച്ചും വലിയ കുഴപ്പമില്ലാതെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. മാച്ചിന്റെ അവസാനത്തിൽ ചാറ്റ് ഗേബിളിനെ ഐവാർ അറ്റാക്ക് ചെയ്ത് മോൺസോൾട്ട് എല്ലാം ചെയ്യാൻ നോക്കും. പിന്നീട് ചാറ്റ് കേബിൾ അതെല്ലാം മാറിക്കൊണ്ട് സബ്മിഷൻ ലോക്ക് ഉപയോഗിച്ച് ഈ മാച്ചിൽ ചാറ്റ് കേബിളാണ് വിൻ ചെയ്ത് ആൽഫ അക്കാഡമി ടീമിനെ രക്ഷിച്ചത്. അതിനുശേഷം റോ എപ്പിസോഡ് മെയിൻ ഇവന്റായി നടന്നത് ജയ് ഉസോ വേഴ്സസ് IC ചാമ്പ്യൻ ഗന്ധർ ഇവർക്ക് തമ്മിലുള്ള ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പ് മാച്ചാണ്. അപ്പോൾ ഈ മാച്ച് ശരിക്കും എലിമിനേഷൻ ചേംബറിൽ വരേണ്ട മാച്ചാണ്. പക്ഷെ ഗന്ധറിന് എലിമിനേഷൻ ചേംബറിൽ മത്സരിക്കാൻ സാധിക്കില്ല. മുൻപ് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അമേരിക്കൻ സിറ്റിസന് വേണ്ടി അപ്ലൈ ചെയ്തതുകൊണ്ട് അവിടം വിട്ട് ഗന്ധറിന് പോകാൻ സാധിക്കില്ല എന്ന്. അതുകൊണ്ടാണ് ഈ മാച്ച് റോ എപ്പിസോഡിൽ നടത്തിയത്. ഈ മാച്ച് ശരിക്കും ഒരു സ്പെഷ്യൽസിൽ നടക്കേണ്ട മാച്ചായിരുന്നു. വേറെ ലെവൽ മാച്ചായിട്ടുണ്ട്. മാച്ചിന്റെ ക്ലൈമാക്സും അടിപൊളിയായിട്ടുണ്ട്. മാച്ചിന്റെ പകുതിക്ക് വെച്ച് ഗന്ധർ ജെയുസോനെ പവർ ബോം ചെയ്തു എങ്കിലും ജെയുസോ അത് കിക്ക് ഔട്ട് ചെയ്തു. ശേഷം ജെയുസോ കണ്ടിന്യൂസ് ആയിട്ട് ഗന്ധറിനെ സ്പീർ ചെയ്തു. അതായത് റിങ്ങിൽ വെച്ച്, റിംഗ് സൈഡിൽ വെച്ച്, റിങ്ങിന് പുറത്ത് വെച്ച്, പിന്നീട് വീണ്ടും റിങ്ങിൽ കൊണ്ടുവന്ന് ഒരു സ്പീറും കൂടി ചെയ്ത് ജെയുസോ ഫ്രോഗ് സ്ലാഷ് ചെയ്ത് ഈ മാച്ച് വിൻ ചെയ്യാൻ നോക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ റിംഗ് ബെൽ അടിക്കുന്നതായിട്ടും അപ്പോൾ തന്നെ ഷോക്കായി റെഫറി തിരിഞ്ഞു നോക്കും.
അത് ആരാണ് എന്ന് നോക്കുമ്പോൾ അത് ജിമ്മി യൂസോയാണ്. ഇത് നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചതാണ്. കാരണം കോഡി റോഡ്സിനെ ഓപ്പണിംഗ് മാച്ചിൽ വന്ന് അറ്റാക്ക് ചെയ്തതുകൊണ്ട് എന്തായാലും ജിമ്മി യൂസോ ഈ മാച്ചിൽ വരുമെന്ന്. അപ്പോൾ അത് തന്നെയാണ് സംഭവിച്ചത്. ഒരുപക്ഷെ ജിമ്മി യൂസോ വന്നിട്ടില്ലായിരുന്നു എങ്കിൽ ഗന്ധർ തോറ്റേനെ. ആ ലെവലിലാണ് WWE ഈ മാച്ചിൽ കാണിച്ചിട്ടുള്ളത്. പിന്നീട് ജയ് യൂസോ ജിമ്മി യൂസോനെ എല്ലാം ഒരു സൂസൈഡ് ഡൈവ് ചെയ്ത് വീണ്ടും ഗന്ധറിന് ഒരു സൂപ്പർ കിക്ക് കൊടുത്തുകൊണ്ട് വീണ്ടും ഫിനിഷർ ചെയ്യാൻ നോക്കും. അപ്പോൾ തന്നെ ഗന്ധർ കാല് വെച്ച് കൊടുത്ത് അങ്ങനെ തന്നെ റോൾ പിൻ ചെയ്ത് ഈ മാച്ചിൽ ഗന്ധർ തന്നെയാണ് സ്റ്റിക്സ് IC ചാമ്പ്യൻ ആയത്. ശേഷം ജിമ്മി യൂസോ ജയ് യൂസോനെ ഭയങ്കരമായി അറ്റാക്ക് ചെയ്ത് 1-2 പ്രാവശ്യം ഫിനിഷറെല്ലാം ചെയ്തുകൊണ്ട് റോ എപ്പിസോഡ് എൻഡ് കാർഡ് കാണിച്ച് അവസാനിപ്പിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് റോ എപ്പിസോഡിൽ നടന്നിട്ടുള്ളത്. ഇന്നത്തെ റോ എപ്പിസോഡ് അടിപൊളി ഷോ ആയിട്ടാണ് തോന്നിയത്. ചെയ്തിട്ടുള്ള മാച്ചുകളെല്ലാം സെറ്റായിട്ടുണ്ട്. പ്രത്യേകിച്ച് കോഡി റോഡ്സ്, ഡ്രൂ മെക്കിൻടയർ, ജയ് യൂസോ, ഗന്ധർ ഈ മാച്ചെല്ലാം വേറെ ലെവലായിട്ടുണ്ട്. പിന്നെ ഇതോടുകൂടി റെസൽമേനിയ സ്റ്റോറിയും സ്റ്റാർട്ടായിട്ടുണ്ട്. ജയ് യൂസോ വേഴ്സസ് ജിമ്മി യൂസോ, ബ്രദർ വേഴ്സസ് ബ്രദർ മാച്ച്. എന്തായാലും റെസൽമേനിയയിൽ ഈ മാച്ച് വേറെ ലെവലായിരിക്കും. ഇന്നത്തെ റോ എപ്പിസോഡിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് റോ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടോ എന്ന്.